ഹായ് വിവേഴ്സ്, ഞാൻ ഇന്നൊരു ഷോർട്ട് റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 72 അവേഴ്സിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 72 അവേഴ്സിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ സഡനായിട്ട് അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് പോലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കത്തില്ല അവരുടെ കോൾ വരുമെന്നോ മെസ്സേജ് വരുമെന്നോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് 72 അവേഴ്സിനുള്ളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സഡനായിട്ട് ചിലപ്പോൾ അവർ നിങ്ങളുടെ സ്റ്റോറിക്ക് റിപ്ലൈ തരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിന് ലൈക്ക് ചെയ്യുകയോ അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളെ വീഡിയോ കോളിലൂടെ കാണാൻ ശ്രമിക്കുന്നതായിട്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു സഡനായിട്ട്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ പ്രപ്പോസൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എവിടെയാണോ ജോലിക്ക് പോകുന്നത് അവിടെ നിന്ന് ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു മിറാക്കിൾ അപ്പോഴാണ് സംഭവിക്കുന്നത്. അതായത് നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും അവരെ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു അവരറിയാതെ തന്നെ. അപ്പോൾ നിങ്ങളും ആരെയാണോ സ്പൈ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് നിങ്ങളെ പ്രപ്പോസൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ സഡനായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവരുടെ പേര് അടിക്കടി കാണുക, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കടി കാണുക, ഇതെല്ലാം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നതിനുള്ള സൂചനയാണ്. ചില ആൾക്കാരുടെ ലൈഫിൽ നിങ്ങൾ എന്തുകൊണ്ടാണോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പിരിഞ്ഞത്, എന്ത് കാരണം കൊണ്ടാണോ ആ ഒരു കാരണം തന്നെ എന്താകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് പിരിയാനുള്ള കാരണം എന്താണോ അത് തന്നെ ഇല്ലാതാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് റീസൺ കൊണ്ടായാലും നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായി കാണും, അല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയി കാണും, ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസ് ആയി, അങ്ങനെ എന്ത് റീസൺ ആയിക്കൊള്ളട്ടെ ആ റീസൺ എന്താവാൻ പോവുകയാണ് വരാൻ പോകുന്ന 72 അവേഴ്സിനുള്ളിൽ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം എന്തെങ്കിലും ഭാരം ഇവരുടെ ചുമലിലുണ്ട് എങ്കിൽ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ 72 അവേഴ്സിൽ ഇവർ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് പ്രഷറാണോ നിങ്ങളുടെ ലവ് ലൈഫിനെ പരസ്പരം മോശമാക്കിക്കൊണ്ടിരുന്നത്, അതായത് അവരുടെ മേലുള്ള ആ ഒരു പ്രഷർ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ലവ് ലൈഫ് മോശമായില്ല എങ്കിൽ നിങ്ങളുടെ മേലുള്ള പ്രഷർ കാരണം അവരുടെയും നിങ്ങളുടെ ലവ് ലൈഫും വളരെ മോശമായി പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ ആ പ്രഷർ തന്നെ ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സന്യാസിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ്, അതായത് ഒരു മഹാനിൽ നിന്ന് ഒരു സന്യാസിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗൈഡൻസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഗൈഡൻസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്. ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് 72 അവേഴ്സിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള റീഡിംഗ്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.